കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കാശ്മീരി ഫുഡ് കഴിക്കണമെന്ന്. അപ്പോൾ ഞാനും ആ ഫ്രണ്ടും കൂടെ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഇവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തു. അടിപൊളിയായി ടേസ്റ്റ്. ഗൈസ്, നമ്മുടെ ലഡാക്ക് സീരീസിൽ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ 3rd ഡേ ആണ്. നമ്മളൊരു ഹിമാലയൻ റെൻറ്റിനെടുത്തു. അപ്പോൾ നാളെ പാങ്കോങ് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നതാണ്. നമ്മൾ ഇത്ര ദിവസം ഹോസ്റ്റലിലായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ലേ മാർക്കിൻ്റെ അടുത്താണ് കേട്ടോ. അവിടെ നിന്നുണ്ട് നമ്മൾ ആഹാരം കഴിക്കണേ. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കാശ്മീരി ഫുഡ് കഴിക്കണമെന്ന്. അപ്പോൾ ഞാനും ആ ഫ്രണ്ടും കൂടെ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഇവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തു. അടിപൊളിയായി ടേസ്റ്റ്. ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ജസ്റ്റ് നമ്മളൊന്ന് ഹിമാലയനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹിമാലയൻ ഒന്ന് നാളെ പാങ്കോങ് കൊണ്ടുപോകാനാണ് പ്ലാൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് സെറ്റ് ഉണ്ട്, വണ്ടിയിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പാങ്കോങ് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ലേ മാർക്കറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ മാർക്കറ്റ് കാണിച്ചു തരാം ഫുള്ളായിട്ട്. ലേ മാർക്കറ്റിൽ വന്നിട്ട് മെഡിസിൻസ്, അത്യാവശ്യമായിട്ട് മെഡിസിൻസ്, അതുപോലെ ഓക്സിജൻ സിലിണ്ടർ കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇനി നമ്മൾ തിരിച്ച് ഇവിടെയുള്ള അടുത്തുള്ള സ്പോട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പോകാം. മെഡിസിൻസ്, ഓക്സിജൻ സിലിണ്ടേഴ്സ് ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി മേടിച്ചു ചേട്ടാ ഞങ്ങൾ രണ്ടുപേർക്കും. അതുപോലെ ഞങ്ങൾ ഡൈമോക്സ് എൻ്റെ കയ്യിൽ കുറവായിരുന്നു, എൻ്റെ കയ്യിൽ 3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡൈമോക്സ് എക്സ്ട്രാ മേടിച്ച് ജസ്റ്റ് ഫോർ സേഫ്റ്റി. ഇനിയപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ വണ്ടി നിർത്തിയിരിക്കുന്നത് പുറത്ത് ഫസ്റ്റ് ലേ മാർക്കിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയി വണ്ടി എടുത്തിട്ട് നമുക്ക് ഇവിടെ അടുത്തുള്ള എവിടെയെങ്കിലും സ്പോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. Okay bro. Nearby bridge. हाँ? Park your bike हाँ. nearby bridge. Okay. Like आगे और पीछे. Okay. And go down to the river side. Okay. And also you can go to the Hemis. Okay, that is 40 kilometers, right? 40 kilometers? It's only 10 kilometers from start. So Okay. take one round. Oh, okay. So you can find some good spots for videos and all. Okay. ആള് കണ്ണൂരിൽ നിന്നാണ്. ആള് ലേയിൽ ഓൾറെഡി 2 ദിവസം ഉണ്ടായിരുന്നു. 2 ദിവസം ഉണ്ടായിരുന്നിട്ട് ഇവിടെ നിന്ന് ആള് കണ്ണൂരിൽ നിന്നാണ്. ആൾ 2 ദിവസം ലേയിലുണ്ടായിരുന്നു. അതിനുശേഷം ആള് നൂബ്ര വാലിക്ക് പോയി. നൂബ്ര വാലിയിൽ നിന്ന് ആളുടെ കീ മിസ്സായിട്ട് ആളുടെ ഗ്രൂപ്പ് നൂബ്ര വാലിയിൽ നിന്ന് പാങ്കോങ് പിടിച്ചു. ബട്ട് ആള് ശരിയാക്കാൻ വേണ്ടി ലേയിലേക്ക് വന്നത്. അങ്ങനെ എന്നെ പരിചയപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇനി പാങ്കോങ് പോകാൻ തീരുമാനിച്ച്. ചിലപ്പോൾ ആള് പാങ്കോങ്ങിൽ നിന്ന് സ്പ്ലിറ്റ് ആവും കേട്ടോ. ഞാൻ ഒറ്റയ്ക്കായിരിക്കും ലേയിലേക്ക് തിരിച്ചു വരിക. എൻ്റെ മോനെ ലാൻഡ്സ്കേപ്പ് നോക്കിയ ഗൈസ്. വാ, സൂപ്പർ, ഓസം. Yeah. Huh? Yeah. There is a snow-capped mountains there. അപ്പോൾ ഈ ബ്രിഡ്ജിൽ ഫോട്ടോ എടുക്കാനാണ് വന്നിരിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് സ്റ്റക്കാന മൊണാസ്ട്രി അങ്ങനെ എന്താണ് തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതൊരു മൊണാസ്ട്രിയാണ്. ആ മൊണാസ്ട്രിക്ക് പോകുന്ന വഴിയാണ് ഈ ബ്രിഡ്ജ്. നല്ലൊരു വ്യൂ ആണ്. ആൾ നമ്മുടെ കൂടെ വന്നിട്ട് ആൾ ചണ്ഡീഗഡിൽ നിന്ന് തനിയെ വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന. അപ്പോൾ ആൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, ഹിമാലയൻ റെൻറ്റിനെടുത്തിരിക്കുന്നത്. ഇത് മൂപ്പറിൻ്റെ വണ്ടി, കണ്ണൂരുള്ള. ഞങ്ങളിനി ഇവിടെ കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ നിന്ന് ചിലപ്പോൾ മൊണാസ്ട്രി പോയിട്ട് റിട്ടേൺ വന്ന വഴി കൂടെ ലേയിൽ പോയിട്ട് നാളെ നമ്മൾ പാങ്കോങ് ഓടിക്കും. ഹേ ഗൈസ്, ഇതാണ് ഇൻഡസ് റിവർ കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോസ് ബ്രിഡ്ജിൽ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ ഇത് സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ഫുള്ള് ബ്ലൂ കളറാകും ഗൈസ്. സെറ്റായിട്ട് ഇവിടുന്ന് അടിപൊളി കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് നോക്കുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെല്ലാം പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അതിൽ റെഡി. ഇനിയിപ്പോൾ നമുക്ക് റൂമിൽ പോവാം. ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോകട്ടോ. ഇതൊരു മൊണാസ്ട്രി ആയിട്ട് നമ്മുടെ മുകളിൽ കാണാൻ ആ സൺലൈറ്റിൻ്റെ മോനെ
ഒരു രക്ഷയില്ലല്ലേ. ആ ക്ലൗഡിൻ്റെ ഇടയിൽ കൂടെ സണ്ണ് വരുന്നത് സെറ്റല്ലേ. ഇതൊരു മൊണാസ്ട്രി ആണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ പോകുന്നില്ല, കാരണം മുകളിൽ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കിനി നേരെ റൂമിലോട്ട് പഠിക്കാം. ഐ തിങ്ക് ഈ വ്ളോഗ് കുറച്ച് ലോങ് ആകുന്ന തോന്നാൻ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഗ്ലൗസ് എടുത്തിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ കയ്യൊക്കെ നല്ല രീതിക്ക് തണുപ്പാവുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു 30 കിലോമീറ്റർ വന്നു കഴിച്ചിട്ടുള്ളത് ഈ സ്ഥലത്തേക്ക്. കുറച്ച് അടിപൊളി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടി. ഇനിയിപ്പോൾ തിരിച്ച് റൂമിലോട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കൂടെ കാണാം. അതായിരിക്കും ബൈ. ഗൈസ്, നമ്മൾ ലേന്ന് റൂട്ട് മാറ്റി കേട്ടോ. ഒരു അടിപൊളി റോഡ്, സ്ട്രെയിറ്റ് റോഡ് ഉണ്ട്. റോഡ് എവിടേക്ക് പോകണമെന്നൊന്നും അറിയില്ല, പക്ഷേ റോഡ് ഉണ്ട്. സെറ്റല്ലേ. നമ്മൾ ഇതുപോലത്തെ റോഡൊക്കെ കാണുമ്പോൾ ഇതിൽ കൂടെ ഒന്ന് വണ്ടി ഓടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാൻ പാടുള്ളൂ ഗൈസ്. സ്ട്രെയിറ്റ് റോഡ് നേരെ നമ്മൾ മല കയറി പോകുന്ന പോലെ ഉണ്ടാവും. പൊളിയല്ലേ. Okay guys, that's it for today's video. The second time ആണ് പറയുന്നത്. സോ നല്ല റോഡ് കാണുന്ന സമയത്ത് നിങ്ങളെ കാണിക്കാത്ത എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടോ. ഓക്കെ, ബൈ ബൈ, റൈസ് ഗൈസ്.